ഹായ് ഫ്രണ്ട്സ്, ഇതാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള 5 in 1 ടോട്ട് പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഫിയോണയുടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ബ്രാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് ബീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഇതുപോലത്തെ 100 ഗ്രാം ബ്ലാക്ക് ചോക്ലേറ്റ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കണം. മുകൾ ഭാഗം വലിയ പാത്രമാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് മെൽട്ടായി കിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി ഇതിപ്പോൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പുഡിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതവിടെ വെക്കാം. ഇനി വേറൊരു ബൗളിലായിട്ട് കുറച്ച് പാലിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡും സൈഡ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ പാലിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ പാലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയണം. ശേഷം ഓരോന്നായിട്ട് ഈ പുഡിംഗ് ബൗളിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിരത്തി കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിലെ അതിൻ്റെ പകുതി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ചോക്ലേറ്റിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ആ മിക്സിലെ ഇത് നമുക്ക് ഇതിൻ്റെ ബ്രെഡിൻ്റെ മുകളിൽ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ ഇതിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ബട്ടറിലിട്ടിട്ട് ചൂടാക്കിയ ശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കണം. ശേഷം ഈ ബിസ്ക്കറ്റ് നന്നായി ചൂടാറിയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം. ബട്ടറിലിട്ട് ചൂടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ബാർ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ഇതുപോലെ മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ബാക്കി വന്ന ക്രീമിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കൂടി ആവശ്യമുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എല്ലാ സൈഡും ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തിക്കോളും. ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് കുറച്ച് സെറ്റായതിന് ശേഷം ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് എനിക്ക് ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ്. ഇത് അധികമായ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് പുറത്തെടുക്കാം. ഇതിപ്പോൾ ഞാനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പിനെസ്സുമുള്ള നല്ല അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും അമർത്തുക. താങ്ക്